Hello, welcome back. I am Vinod James, and today we are going to learn Standard 9, first chapter, Area. You know how to draw rectangles of given area. For example, suppose we want to draw a rectangle of area 12 square centimeter. 12 square centimeter area ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ എന്ത് ചെയ്യണം നമുക്കറിയാം അല്ലേ? ലെങ്തും ബ്രെഡ്ത്തും സൂട്ടബിൾ ആയിട്ട് ലെങ്തും ബ്രെഡ്ത്തും എടുക്കുക. അപ്പോൾ 12 കിട്ടണമെങ്കിൽ 2-3 രീതി വരയ്ക്കാം. 12 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ലെങ്ത് 6 ആയിട്ട് എടുക്കാം, ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ലെങ്ത് 4 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം, ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം. We can draw in different ways. One more way, we can take length as 12 and breadth as 1. If so, how to draw a triangle? അങ്ങനെയാണെങ്കിൽ 12 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കാവുന്നതെന്ന് പറയാൻ പറ്റുമോ? How can we draw a triangle of area 12 square centimeter? We know that area of triangle is half into base into height, isn't it? That half into base into height will be 12 square centimeter. So what will be the base into height? Base into height will be 12 into 2. 24 ആയിരിക്കണം ബേസിന്റെയും ഹൈറ്റിന്റെയും പ്രോഡക്റ്റ് അല്ലേ? എങ്കിൽ മാത്രമാണ് ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് 12 ആയിട്ട് കിട്ടുകയുള്ളൂ. ബേസ് ഇൻറ്റു ഹൈറ്റ് 24 ആയിരിക്കണം, അതിന്റെ ഹാഫ് ആയിരിക്കും ട്രയാങ്കിളിന്റെ ഏരിയ. ഇത് നമുക്ക് പല രീതിയിൽ വരയ്ക്കാം. ബേസിന്റെ ഹൈറ്റിന്റെയും പ്രോഡക്റ്റ് 24 കിട്ടണമെങ്കിൽ let us take base as 8, height as 3 centimeter. To get product of base and height as 24, we can take a different values for base and height. Let us take a base as 8 centimeter and height as 3 centimeter. Base 8 centimeter height 3 centimeter എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോഡക്റ്റ് 24 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഹാഫ് ഇൻറ്റു 24 12 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും ആ ട്രയാങ്കിളിന്റെ ഏരിയ. ഈ ട്രയാങ്കിൾ എനിക്ക് പല രീതിക്ക് വരയ്ക്കാം. ഞാൻ ബേസ് 8 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നു, ഹൈറ്റ് 3 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ? ആ ഹൈറ്റ് എനിക്ക് പല രീതിയിൽ കാണിക്കാം. See here, this is one way of drawing this triangle. Another way, instead of showing the height at this left side, I show it at middle. Height 3, base 8 centimeter. Here also area same only. And in another way also we can draw. Base 8 centimeter, height. Here height I have shown somewhat to right side. See here, all these three triangles have same area. So instead of drawing separate diagrams, now I am going to combine these three diagrams. ഞാൻ ഈ ട്രയാങ്കിൾ എല്ലാം കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ഡയഗ്രത്തിൽ വരയ്ക്കാൻ പോവുകയാണ്. We have base of all these three triangles as 8 centimeter. ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾസിന്റെ എല്ലാം base 8 centimeter ആണ് അല്ലേ? So first triangle was like this. Height 3 centimeter. Second triangle was like this. And the last triangle was like this. They have same base 8 centimeter. And if I join, suppose I join this top vertices by a straight line, can you say what will be the speciality of this straight line? All these heights are 3 centimeter each. അതായത് ഈ 8 സെന്റിമീറ്റർ ബേസ് ലൈനിൽ നിന്ന് ഒരേ ഹൈറ്റിലായിരിക്കും ഈ പോയിന്റ്സ് എല്ലാം ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? അത് 8 സെന്റിമീറ്റർ ബേസ് ലൈനിന്
പാരലായിരിക്കും. എന്തുകൊണ്ടാണ് പാരലായിരിക്കുന്നത്? ബിക്കോസ് പാരലൽ ലൈൻസ് ഹാവ് സെയിം ഡിസ്റ്റൻസ് എവരിവേർ. രണ്ട് ലൈൻസ് പാരലൽ ലൈൻസ് ആണെങ്കിൽ ആ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലായിടത്തും സെയിം ആയിരിക്കണം. ഇവിടെ ഹിയർ ഓൾ ദ ഡിസ്റ്റൻസസ് ആർ 3 cm. So the line we have drawn here is parallel to the baseline 8 cm. And we know that all these triangles have same area also. So we can conclude this as an important theorem which is given in page number 9 of your textbook. All triangles with the same base and area have their third vertices on a line parallel to the base. മലയാളത്തിൽ പറഞ്ഞാൽ ഒരേ ബേസും ഒരേ ഏരിയയിലുള്ള ട്രയാങ്കിൾസിന്റെ എല്ലാം മൂന്നാമത്തെ വെർട്ടിസസ് ബേസിന് പാരലായിട്ടുള്ള ഒരു ലൈനിലായിരിക്കും. ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് ഏരിയ ഹാവ് their third vertices on a line parallel to the base. ഇതിന്റെ കോൺവേഴ്സ് നേരെ തിരിച്ചു പറഞ്ഞു നോക്കാം. ഇതിന്റെ കോൺവേഴ്സും കറക്റ്റ് ആയിരിക്കും. കോൺവേഴ്സ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും? Triangles with the same base and their third vertices on a line parallel to the base have same area. അതായത് ഒരേ ബേസും മൂന്നാമത്തെ വെർട്ടിസസ് ബേസിന് പാരലായിട്ടുള്ള ലൈനിലുള്ള ട്രയാങ്കിൾസിനെല്ലാം ഒരേ ഏരിയ ആയിരിക്കും. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 11 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3, 4 and 6 cm. ഡ്രോ 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ. ഇപ്പോൾ ഇവിടെ ഞാൻ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സ് 3, 4 and 6. ഞാനിവിടെ 3 cm ആണ് ബേസായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഐ ഹാവ് ടു ഡ്രോ അനദർ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ as that of this given triangle. Another triangle പോരാ, that triangle should be a right triangle. ഇപ്പോൾ ട്രയാങ്കിൾ ABCയുടെ സെയിം ഏരിയ ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് എനിക്ക് വരയ്ക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറം: ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് their third vertices are on a line parallel to the base have same area. So now I am going to draw another triangle which is having same base and the third vertex lies on a line parallel to AB. ABക്ക് പാരലായിട്ട് ആദ്യം തന്നെ ABക്ക് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. So first of all we draw a line parallel to AB. So using set square and scale we can draw a line parallel to AB through C. Take the set square, keep it along AB like this, and the scale you keep along this edge. Slide the set square, and when it reaches at the point C, take off the scale and draw a line. This line is parallel to AB. Now I want to draw a right triangle. So using set square we can construct 90-degree angle. Construct the 90-degree angle at A. Angle A is 90 degree, and you can give name of this point as P. Then join P and B. So I got a right triangle ABP. What will be area of this right triangle ABP? Right triangle ABP and triangle ABC have same area. What is the reason? Because they have same base AB and their third vertices C and P are on a line parallel to AB. So we got one right triangle which is having same area as that of the given triangle ABC. Is to get three different right triangles. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ കിട്ടണം എന്ത് ചെയ്താൽ മതി? ഇവിടെ ബേസ് ചേഞ്ച് ചെയ്ത് വരച്ചാൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് AB 3 cm, നൗ യു ക്യാൻ ഡ്രോ ഇറ്റ് ആസ് 4 cm. 4 cm ബേസ് ആയിട്ട് എടുത്ത് വരയ്ക്കാം. റിമൈനിങ് സൈഡ്സ് വിൽ ബി സെയിം ഓൺലി. അതർ സൈഡ്സ്
If 4 centimeter is base, other sides will be 3 and 6. So here now I have drawn here given triangle with sides 3, 4 and 6. But here I have taken 4 centimeter as base. ഇനി ഈ ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയ ഉള്ള വേറെ റൈറ്റ് ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ എ ലൈൻ ത്രൂ സി പാരലൽ ടു എ ബി യൂസിങ് സെറ്റ് സ്ക്വയർ ആൻഡ് സ്കെയിൽ. Keep the set square along AB and slide it. When it reaches at the point C, draw a straight line. You can extend this line if you want. See here, this line through C is parallel to AB. Now I want to draw the right triangle, so construct angle A as 90 degree using a set square. I want to draw 90 degree, so at A construct 90 degree angle using set square. Let this point be Q. Draw BQ. Now this triangle ABQ is having same area as that of the given triangle with sides 3, 4 and 6 centimeter because they have same base AB and their third vertices C and Q are on a line parallel to AB. Now we have to draw one more right triangle. അപ്പോൾ 4 സെൻറ്റിമീറ്ററിന് പകരം ഇനി അടുത്ത നെക്സ്റ്റ് സൈഡ് 6 സെൻറ്റിമീറ്റർ ബേസ് ആയിട്ട് എടുത്ത് ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ദ നെക്സ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ വിച്ച് ഈസ് ഹാവിങ് സെയിം ഏരിയാസ് ദാറ്റ് ഓഫ് ദ ഗിവൺ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 3, 4 and 6 centimeter. So the last one you can try yourself. Next, we are going to do question number 2, page number 11. Draw the triangle shown below in your notebook. Draw triangles ABP, BCQ and CAR of the same area with measurements given below. ഇപ്പോൾ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഞാനിവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ABC, one angle 60 degree, AB 7 centimeter and AC 5 centimeter. സെയിം ഏരിയ ഉള്ള വേറൊരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കണം. ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾ BAP 90 ഡിഗ്രി ആയിരിക്കണം. സോ വി ഹാവ് ടു ഡ്രോ എ ട്രയാങ്കിൾ ABP. ട്രയാങ്കിൾ ABP ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ആംഗിൾ BAP മസ്റ്റ് ബി 90 ഡിഗ്രി. അപ്പോൾ സിൻസ് ആംഗിൾ BAP വിൽ ബി സംവെയർ ഹിയർ. BAP 90 ഡിഗ്രി ആയതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡ്രോ ദാറ്റ് ആംഗിൾ BAP 90 ഡിഗ്രി. BAP 90 ഡിഗ്രി BAP 90 ഡിഗ്രി ആദ്യം നമുക്ക് വരയ്ക്കാം. BAP 90 degree means angle A must be 90 degree. അപ്പം എയിൽ 90 ഡിഗ്രി ആംഗിൾ വരയ്ക്കാം. ഡ്രോ 90 ഡിഗ്രി ആംഗിൾ അറ്റ് എ. And P will be somewhere here. And P will be somewhere here. P എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് വരയ്ക്കേണ്ട ട്രയാങ്കിളിൻ്റെ ഏരിയയും തന്നിരിക്കുന്ന ട്രയാങ്കിൾ ABCയുടെ ഏരിയയും സെയിം ആയിരിക്കണം. So P must be in the same straight line as that of C. സിയും പിയും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ആയിരിക്കണം. ആ സ്ട്രെയിറ്റ് ലൈൻ ഏതിന് പാരലായിരിക്കണം? ABക്ക് പാരലായിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് സെയിം ഏരിയ കിട്ടുകയുള്ളൂ. സോ വി ഹാവ് ടു ഡ്രോ എ ലൈൻ പാരലൽ ടു AB ത്രൂ C. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ എടുത്ത് മുമ്പ് ചെയ്ത പോലെ തന്നെ ABയോട് ചേർത്ത് വെക്കാം. സ്കെയിൽ ഈ എഡ്ജിന് ചേർത്ത് വെക്കുക. സ്ലൈഡ് ചെയ്ത് when you reach at the point C, draw a line through C. That line will be parallel to AB. So this intersecting point will be the point P. So here angle BAP we get 90 degree and the triangle, to get the triangle, join PB. So this triangle ABP, I'm shading this triangle. See here, triangle ABP has same area as that of the given triangle ABC and the condition angle BAP 90 degree also we get as correct. Now second question idana.
Draw triangle BCQ such that angle BCQ 60 degree. അത് വരയ്ക്കാനായിട്ട് we have to draw another diagram. See here I have already drawn here triangle ABC which is given in your textbook. Now I have to draw triangle BCQ which is having same area as that of triangle ABC such that angle BCQ 60 degree. അപ്പോൾ BCQ ആണ് 60 ഡിഗ്രി വരേണ്ടത്. Q will be somewhere in this side because BCQ is the angle. നമ്മൾ വരയ്ക്കേണ്ട ലൈൻ ആംഗിൾ BCQ ആയതുകൊണ്ട് BCക്ക് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ ഡ്രോ എ ലൈൻ parallel to BC and that line must pass through A. അപ്പോൾ BCക്ക് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്യാം. സെറ്റ് സ്ക്വയർ എടുത്ത് BC സെറ്റ് സ്ക്വയർ കീപ് along with the line BC and the scale like this and slide the set square. When it reaches at the point A, take off your scale, draw a straight line. We can extend this straight line. Angle BCQ 60 degree ആയിരിക്കണം. So construct angle BCQ 60 degree. Point the intersection of this line and the line parallel to BC will be the point Q. This angle is 60 degree. Now join B and Q. So we got a triangle having same area as that of given triangle ABC such that angle BCQ 60 degree. In the last question, you can try yourself. Proceed in the same way. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ ഉണ്ടായിരിക്കും. ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മീറ്റ് യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബൈ.